الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി ആയുസ്സുള്ള അത്രയും നാൾ ജീവിക്കാൻ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ്സിൻ്റെ വിലപ്പെട്ട ഒരു വർഷം നമ്മിൽ നിന്നും വിട പറയുകയാണ്. നാം എല്ലാവരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്നും വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ ഖബറിലുള്ള ജീവിതത്തിലേക്ക് ഒരു വർഷം നാം അടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കറിയാം, അള്ളാഹുവിനെ അറിയാനും അവനെ മാത്രം ആരാധിക്കാനും അവൻ്റെ യഥാർത്ഥ അടിമകളായി അള്ളാഹു നൽകുന്ന അത്രയും നാൾ ജീവിതം സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനും വേണ്ടിയാണ്. ഈ ഭൂമിയിലെ ജീവിതം നമുക്കറിയാം, വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. മുൻ കാലഘട്ടത്തിലുള്ള ആളുകൾ ജീവിച്ചതുപോലെ വർഷങ്ങളോളം ജീവിക്കുക എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. 1000, 900, 800, 600, 400, 300 ഒക്കെ ജീവിച്ച സമുദായങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഏറ്റവും ചുരുങ്ങിയ സമയമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 1000, 900 ഒക്കെ ജീവിച്ച ആളുകളെക്കാൾ കൂടുതൽ പുണ്യങ്ങൾ
ചെയ്യുന്നതിനുള്ള അവസരങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം നാം അവസാനിപ്പിക്കേണ്ടവരാണ്, അവസാനിപ്പിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഭൂമിയിലെ ജീവിതത്തിലെ പരീക്ഷണത്തിലുള്ള പരീക്ഷ 100% മാർക്ക് വാങ്ങിയവരായ നിലയിൽ, ഇല്ലെങ്കിൽ ഒരു 90 അല്ലെങ്കിൽ ഒരു 85 എങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ 50ൻ്റെ മുകളിലെങ്കിലും വാങ്ങിയ നിലയിലാണ് നാം ചെല്ലുന്നതെങ്കിൽ അള്ളാഹു കാരുണ്യവാനാണ്, തീർച്ചയായും അവൻ മാപ്പ് നൽകുന്നവനുമാണ്. അതിന് താഴേക്കുള്ള നിലവാരത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ പരീക്ഷയിൽ സഹോദരങ്ങളെ നാം പൂർണ്ണമായും പരാജയപ്പെട്ടവരാണ്. മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു വാരിക്കോരി എല്ലാം കൊടുത്തു. ഇവിടെയുള്ള അധികാരം എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കും കൊടുക്കാത്ത നിലയിൽ അവർക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം വായുവിലൂടെ പ്രത്യേക ഉപകരണങ്ങളൊന്നും ഇല്ലാതെ സഞ്ചരിക്കാനുള്ള സംവിധാനം കാറ്റിലൂടെ അള്ളാഹു നൽകി. അദ്ദേഹം ആവശ്യപ്പെടുന്ന നിലയിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനും മറ്റു ഇതര എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു നൽകി. ഒരു പ്രവാചകത്വത്തോടൊപ്പം രാജപദവിയും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന വിവരം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകൻ പോലും ഒരു വേള അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ആളുകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യാ അയ്യുഹൽ മലഉ അയ്യുക്കും യത്തീനി ബി അർഷിഹാ ഖബല യതൂനി മുസ്ലിമീൻ. യമനിലുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മുസ്ലിങ്ങളായി അനുസരണയോടെ അവർ എൻ്റെ അടുക്കൽ വരുന്നതിനു മുമ്പ് ആര് അത് അങ്ങനെ തന്നെ പൊക്കി ഇവിടെ കൊണ്ടുവരും. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്, ഞാനതിൽ വിശ്വസ്തരുമാണ്, ഞാൻ വേണ്ടി കൊണ്ടുവരാം. ഒരു മല്ലനായ ജിന്ന് ഇങ്ങനെ പറഞ്ഞു. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. നല്ല ഗ്രന്ഥത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഏടിൽ ഗ്രന്ഥത്തിൽ അവഗാഹമുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബലാൻ യർതത്തയിലേക തറഫുക. നിങ്ങൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം ആ സിംഹാസനം അങ്ങനെ തന്നെ. ഫലമ്മ റഅഹു മുസ്തഖറൻ ഇൻദ. അങ്ങനെ പറഞ്ഞു തീരുന്നതിനു മുമ്പ് യമനിലെ രാജ്ഞിയുടെ സിംഹാസനം അവർ വരുന്നതിന് മുമ്പ് തന്നെ, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഖാല, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ബോർഡ് എഴുതി വയ്ക്കാറുണ്ട്, നമ്മുടെ വാഹനങ്ങളിൽ എഴുതി വെക്കാറുണ്ട്, കച്ചവട സ്ഥാപനങ്ങളിൽ ചില ആളുകളൊക്കെ എഴുതി വെക്കാറുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഈ വീട് എനിക്ക് പടച്ചോൻ തന്ന ഔദാര്യമാണ്, ഈ വണ്ടി എനിക്ക് പടച്ചോൻ തന്നതാണ് എന്നൊക്കെ ചില ആളുകൾ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അതിന് ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്കാണ് ഈ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന വാക്കിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. അതാരും ഈ എഴുതി വെക്കുന്ന ആരും എഴുതി വെക്കാറില്ല. വീടുകളിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാഹനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ എഴുതി വെക്കുന്നവർ ബാക്കി ഭാഗം എഴുതാറില്ല. ബാക്കി ഭാഗമാണ് അടിസ്ഥാന പോയിന്റ് ഉള്ളത്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ.
അള്ളാഹു എനിക്ക് നൽകിയതാണിത്, ഈ അധികാരവും എൻ്റെ ഈ വാഹനവും എൻ്റെ ഈ വീടും കച്ചവടവും ഒക്കെ എന്ന് പറഞ്ഞ് നിർത്താതെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് അടിവരയിടുന്നത് ലിയബ്ലുവനി, അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അഷ്കുറു അം അക്ഫുറു, അള്ളാഹു എനിക്ക് ഈ വാഹനം, ഈ വീട്, അല്ലെങ്കിൽ ഈ തോട്ടം, അല്ലെങ്കിൽ ഈ കച്ചവടം ഒക്കെ നൽകിയതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണോ അതല്ല നന്ദി കെട്ടവനാണോ നിഷേധിയാണോ എന്നെന്നെ പരീക്ഷിക്കാനാണ് അള്ളാഹു എനിക്ക് അധികാരം നൽകിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി നംലിൽ നമുക്ക് കാണാൻ കഴിയും അധ്യായം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവനി, അള്ളാഹു എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയോടെയാണോ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതല്ല നന്ദിയില്ലാത്തവനാണോ എന്ന് അള്ളാഹുവിന് അറിയുന്നതിന് വേണ്ടിയാണ് അവൻ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം നൽകിയിട്ടുള്ളത്. നമുക്ക് അവൻ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും അതാണ്. അങ്കബൂത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നു, അഹ്സിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ഒരു പരീക്ഷണവും ഇല്ലാതെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ച് സ്വർഗത്തിൽ കയറാം, ഒരു പരീക്ഷണവും വേണ്ട, ഇല്ലാതെ തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടവരാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾക്ക് മുൻപുള്ള ആളുകളെ നാം ശക്തമായി പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഷ്കുറു അം അക്ഫുറു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു വേറൊരു നിലയിൽ പറയുന്നു, നിങ്ങളിൽ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ വാക്കുണ്ടല്ലോ, അത് എത്രത്തോളം സത്യസന്ധതയുണ്ട്, അതിൽ എത്രത്തോളം കളവുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾ ആ പറഞ്ഞ വാക്ക് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതാണോ? ഹൃദയത്തിൽ അംഗീകരിച്ചു പറഞ്ഞതാണോ? ഹൃദയത്തിൽ ആ പറഞ്ഞത് അംഗീകരിച്ചത് നിലവിൽ അത് നിങ്ങളുടെ ജീവിതം തീരുന്നത് വരെ നിലനിൽക്കുന്നുണ്ടോ? പ്രതിസന്ധികളും പ്രയാസങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം വരുന്ന അവസരത്തിൽ നിങ്ങളുടെ ഈമാനും അഅ്മാലും ഒരേ നിലപാടിലാണോ, ഒരേ രീതിയിൽ തന്നെയാണോ നിലനിൽക്കുന്നത്? അതല്ല. വലയഅലമന്നല്ലാഹുല്ലദീന ആമനു വലയഅലമന്നൽ മുനാഫിഖീൻ. നിങ്ങളിൽ എത്ര ആളുകൾ ഈമാനിൽ തന്നെ നിലനിൽക്കും, എത്ര ആളുകൾ ഞാൻ മുഅ്മിനും മുസ്ലിമുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപടന്മാരായി മാറും. വലയഅലമന്നൽ മുനാഫിഖീൻ. എത്ര ആളുകൾ കപടന്മാരായി മാറും, കള്ളന്മാരായി മാറും, സത്യസന്ധത ഇല്ലാത്തവരായി ജീവിക്കും എന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് അറിഞ്ഞതിൻ്റെ നിങ്ങൾക്കവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രതിഫലം എന്താണോ അത് നൽകാനാണ് നമ്മെ ഈ ഭൂമിയിൽ നിന്നും മറച്ച് അടുത്തൊരു ലോകത്തേക്ക് അവൻ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള നമ്മുടെ ജീവിതം നാം എത്രത്തോളം സത്യസന്ധരായിരുന്നു, പരീക്ഷയിൽ എത്ര മാർക്ക് നാം വാങ്ങി, നമ്മുടെ ഈമാനിന് എത്ര കനമുണ്ട്, നമ്മുടെ അമലുസ്വാലിഹാത്ത് എത്രത്തോളം പുഴുക്കുത്തില്ലാതെ ശുദ്ധമായിരുന്നു എന്നൊക്കെ അറിയുന്ന ഒരു ലോകത്ത് ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ ഇവിടെ പരീക്ഷിച്ച ഈ പരീക്ഷയിൽ നാം വിജയിച്ചവരാണെങ്കിൽ
600ഉം 700ഉം 1000ഉം കൊല്ലമൊക്കെ എന്തിന് ജീവിക്കണം? ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി മുഴുവൻ മാർക്കോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള മറ്റവർക്കൊന്നും കൊടുക്കാത്ത ഒരു ബൈ ചാൻസ് അല്ലേ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് നാം ഉപയോഗിക്കുക. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എല്ലാവർക്കും വന്നുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ മാത്രമല്ല, മുമ്പുള്ളവരെയും ഇങ്ങനെയായിരുന്നു ഞാൻ ഉരച്ചു നോക്കിയത്. കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയി ഇരുമ്പ് മൂർച്ച കൂട്ടാൻ അതിനെ തീയിലും ശേഷം ഇരുമ്പ് കൊണ്ടും അടിച്ച് പരത്തി മൂർച്ച കൂട്ടുന്നത് പോലെ തട്ടാൻ്റെ കയ്യിലുള്ള സ്വർണത്തെ അവൻ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ആഭരണങ്ങളായി മാറ്റാൻ അവൻ അതിനെ തീയിൽ വച്ച് പഴുപ്പിച്ച് അവൻ അതിനെ വളച്ചും തിരിച്ചും എടുക്കുന്നത് പോലെ നമ്മെ അള്ളാഹു ഈ ഉലയിലിട്ട് ആലയിലിട്ട് ശരിക്കും അവൻ പഴുപ്പിച്ച് അടിച്ച് ഒതുക്കി, അഥവാ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നൽകി നിങ്ങളിൽ നിന്നും ആരാണ് ഈ പരീക്ഷണങ്ങളെല്ലാം ലഭിക്കുന്ന സമയങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവൻ? ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ നാം ഓർക്കും രോഗമാണത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഞെരുക്കമാണത്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങളാണെന്നൊക്കെ അതാണ് നമ്മൾ പരീക്ഷണം എന്നതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മൾ പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ ധരിക്കുന്നതും. അത് പരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ആരോഗ്യം, അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ അവയവങ്ങളും അവകൾ കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം പരീക്ഷണങ്ങളാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നിങ്ങൾക്ക് നാം സുഖങ്ങൾ നൽകി, നിങ്ങൾക്ക് നാം പ്രയാസങ്ങൾ നൽകി നിങ്ങളെ പരീക്ഷിക്കും. സുഖം നൽകിയും പരീക്ഷണമാണത്. സുഖത്തിൻ്റെ അവസരത്തിലും ദുഃഖത്തിൻ്റെ അവസരത്തിലും അള്ളാഹുവിനോടുള്ള കരാർ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് എന്നോടും നിങ്ങളോടും ആലമുൽ അർവാഹിൽ വച്ച് അള്ളാഹു ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും, ഇവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും, മുസ്ലിങ്ങൾ എന്നല്ല മുഴുവൻ ആളുകളും പറഞ്ഞു, ബല, അതേ പടച്ചോനെ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഈ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് അംഗീകരിച്ച നാം ആ കൽപ്പന ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എത്ര കണ്ട് പുലർത്തുന്നുണ്ട്? അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചുകൊണ്ട് 70ഉം 60ഉം 50ഉം ഒക്കെ വർഷം ഇവിടെ ലഭിച്ചപ്പോൾ എത്രത്തോളം ആ അവൻ കരാറുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ അവൻ നമ്മെ സൃഷ്ടിക്കുകയും ആ ജീവിതത്തിന് പ്രതിഫലമെന്നോണം അടുത്ത ഒരു ലോകത്തേക്ക് അവൻ നമ്മെ മാറ്റുകയും ചെയ്യും. മരണമെന്നത് നമുക്കറിയാം, തീരലല്ലോ, തുടങ്ങല. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഒരു ലോകത്തേക്ക് നാം മാറി താമസിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും സന്തോഷങ്ങളും, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എല്ലാ ദിവസവും രാത്രി നമുക്ക് ഓതൽ സുന്നത്തായൊരു അധ്യായമാണ് മുൽക്ക് അധ്യായം, സജദയിൽ. അതിൻ്റെ ആദ്യമേ തന്നെ അള്ളാഹു നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ജീവിതവും മരണവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നവരെന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ അവസ്ഥയോ ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, നമുക്ക് ദുനിയാവിലെ ജീവിതം മതി എന്നതാണ് നമ്മുടെ തീരുമാനവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും തെളിയിക്കുന്നത്.
എന്നാലോ വൽ-ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായതും എന്നും അള്ളാഹു നമ്മെ അറിയിക്കുന്നു. അതെല്ലാം നാം ഓതിവിടുന്നു എന്നല്ലാതെ ദുനിയാവിലെ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഒരു അംശം പോലും ആഖിറത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം കൊടുക്കാറില്ല. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്, നമ്മുടെ ജീവിത ലക്ഷ്യമായി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാനാണ്. ഈ സംഗതികൾ ഖുർആനിൻ്റെ പല പല ഭാഗങ്ങളിലും അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ട് ചില ആയത്തുകളെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് അഫല തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, അഫല തതദക്കറൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അഫല യതദബ്ബറൂൻ, എന്തുകൊണ്ടവർ ഉറ്റാലോചിക്കുന്നില്ല, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഈ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നാം ഓതി വരുന്ന ആയത്തുകളിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത്. പക്ഷെ നാം ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ നാം തയ്യാറാകുന്നേയില്ല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുനിയാവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടത് വേണ്ടത് തരാമെന്ന് അള്ളാഹു ആവശ്യപ്പെട്ടു. റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ, എനിക്ക് ഒരു ദിവസം വയറ് നിറഞ്ഞെങ്കിൽ 3 ദിവസം പിന്നെ അതിൽ പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുടുംബം പരിചയപ്പെടുത്തിയത്. 3 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുമായിരുന്നില്ല. മൃദുലതയുണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് മാവ് അരിക്കുന്ന മനാഹിൽ, അരിപ്പ ഞങ്ങളുടെ വീട്ടിലേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു കുറവ് വന്നാൽ അപ്പം തന്നെ കുടുംബം പറയും, ഇന്നത് വാങ്ങിച്ചോ, അപ്പം തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾ പറയുന്നു, റസൂലിൻ്റെ കുടുംബം പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ മനാഹിലുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡൈനിങ് ടേബിളിൽ വച്ച് ഭക്ഷണമേ കഴിച്ചിട്ടില്ല. അവർ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ വന്നതാണെന്ന് മനസ്സിലാക്കി അത് ഈ സമുദായത്തിൽപ്പെട്ട നമുക്കത് പഠിപ്പിച്ചു തരാൻ വേണ്ടി അങ്ങനെ തന്നെ അവർ ജീവിതത്തെ തുടർന്നു. സൗകര്യങ്ങൾ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാമായിരുന്നു. കിസ്റയും കൈസറുമൊക്കെ കീഴൊതുങ്ങി ഇസ്ലാമിക ഭരണത്തിലേക്ക് വന്നതിന് ശേഷവും മദീന മുനവ്വറയിൽ സമ്പത്ത് കുന്നുകൂടിയ സന്ദർഭങ്ങൾ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ 2ാമത്തെ ഉത്തരാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അദ്ദേഹത്തിന് ധരിച്ചിരുന്ന വസ്ത്രം 12ഓളം സ്ഥലത്ത് കണ്ടം വച്ച തുന്നലുകൾ ഉണ്ടായിരുന്നു. അവർ മനസ്സിലാക്കി ഇവിടെ പരീക്ഷണാർത്ഥം വന്നതാണ്, അടിച്ചു പൊളിക്കാനല്ല ഇവിടെ വന്നത്. അള്ളാഹു എന്നെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിക്കൽ എൻ്റെ ഉത്തരവാദിത്വമാണെന്നും ബാധ്യതയാണെന്നും സ്വഹാബികൾ മുഴുവനും മനസ്സിലാക്കിയവരായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അവരിൽ എത്ര ആളുകൾക്ക് സമ്പത്തുണ്ടായവർ ഉണ്ടായിരുന്നിട്ട് കൂടി അതിലൊന്നും അവർ ആഡംബരം കാട്ടിയിരുന്നില്ല. അവർ ഈ ഭൂമിയിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ഇന്നതിനാണെന്നും അത് ഇന്ന വഴിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു എൻ്റെ കയ്യിൽ നൽകിയതെന്നും എനിക്കും എൻ്റെ കെട്ടിയോക്കും പിള്ളേർക്കും കുടുംബത്തിലും മാത്രം ഉള്ളതല്ല ഇതെന്നും ഞാൻ ഇത് മറ്റവന് കൊടുത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ഞാൻ നേടുമോ എന്ന് എന്നെ പരീക്ഷിക്കാനാണ് അള്ളാഹു
എനിക്കിത് നൽകിയതെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടാവുകയും അതവർ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇവരെയാണ് മുസ്ലിങ്ങളെ നാം മാതൃകയാക്കേണ്ടത്. ആ രീതിയിൽ മാതൃകയാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഈ പരീക്ഷണാർത്ഥം ഈ ഭൂമിയിൽ അവൻ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് അവൻ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളിൽ നാം സമ്പൂർണമായി വിജയിച്ചവരായിത്തീരും. പക്ഷെ ഇതെല്ലാം മിൻ അസ്മിൽ ഉമൂർ, ചില കൃത്യമായ ചില ദൃഢതയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രഭാഷണം കേട്ടു, ഒരു ഖുതുബ കേട്ടു, അല്ലെങ്കിൽ ഒരു നസീഹത്ത് കേട്ടു, അത് നാം ഒരു ചെവിയിലൂടെ കേട്ട് വേറൊരു ചെവിയിലൂടെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കേട്ട് അതിനെ അവഗണിക്കുന്ന ഒരു നിലപാടിൽ നിന്നും നാം മാറണം. നാം ആഖിറത്തെ തേടുന്നവരാണെങ്കിൽ അള്ളാന്റെ റസൂൽ പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവ് നമ്മെ തേടി വരും. നാം ദുനിയാവിനെ തേടുന്നവരാണെങ്കിൽ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹ് തീരുമാനിച്ചതല്ലാതെ കിട്ടുകയുമില്ല. 100,000 തിരക്ക് കൊണ്ട് അവൻ മടുക്കുകയും ചെയ്യും, അസ്വസ്ഥനാവുകയും ചെയ്യും. അള്ളാഹ് തീരുമാനിച്ചതേ കിട്ടുകയുള്ളൂ. മൻ കാനത്ത് നിയ്യത്തുഹു തലബുൽ ആഖിറ ജഅലല്ലാഹു ഗിനാഹു ഫി ഖൽബിഹി വജമഅ ലഹു ശംലുഹു വആതത്തുഹു ദുനിയ വഹിയ റാഗിമ. ഒരാളുടെ ലക്ഷ്യം ആഖിറമാണ്. എനിക്ക് അവിടെ രക്ഷപ്പെടണം, അവിടെ ഞാൻ വിജയിക്കണം. ഞാൻ മാത്രം പോരാ, എൻ്റെ കുടുംബവും അങ്ങനെ ആയിരിക്കണം. പോരാ, ഞാൻ സഹവസിക്കുന്ന ആളുകളും എൻ്റെ സ്നേഹിതന്മാരും എൻ്റെ അയൽവാസികളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അങ്ങനെയായി മാറണം. ഈ നെയ്യത്തൊരാൾക്ക് ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സമാധാനം കൊടുക്കും, കിട്ടിയതിൽ അവന് സംതൃപ്തി കൊടുക്കും, അവൻ്റെ കണ്ണ് നിറയെ അവന് കിട്ടിയതുണ്ടാകും. കാരണം അവൻ്റെ ഹൃദയം ശാന്തമായിരിക്കും. അവനെ തേടി ദുനിയാവ് പുറകെ ചെല്ലും. എന്നാൽ ഒരാളുടെ നെയ്യത്ത് ആ ദുനിയാവാണെങ്കിലോ ദാരിദ്ര്യം എന്നും അവൻ്റെ കൂടപ്പിറപ്പായിരിക്കും. റസൂല് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസിൽ കാണാം, ലൈസൽ ഗിന ബികസറത്തിൽ മാൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശ് കെട്ടിപ്പൂട്ടി വച്ചേക്കുന്നവനല്ല, മറിച്ച് സമ്പന്നത എന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സ്, നമ്മുടെ നഫ്സിൻ്റെതായ ഒരു സമാധാനവും ഒരു സന്തോഷവും ഖനാഅത്ത് ഉള്ളത് കൊണ്ടുള്ള സംതൃപ്തിയുമാണ്. അതിനാണ് സമ്പന്നത എന്ന് പറയുന്നത്. ഈ സമ്പന്നതയിലായിരിക്കണം നാം തൃപ്തിപ്പെടേണ്ടത്. നാം നന്ദിയുള്ളവരാണോ നന്ദിയില്ലാത്തവരാണോ എന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയത്, രോഗം നൽകുന്നത്, പരീക്ഷണങ്ങൾ നൽകുന്നത് രണ്ട് രീതിയിലും. സമ്പത്ത് തന്നും ആരോഗ്യം നൽകിയും മക്കളെ നൽകിയും കുടുംബത്തെ നൽകിയും വാഹനം നൽകിയും മാന്യമായ വീട് നൽകിയും മാന്യമായ കച്ചവടം നൽകിയും ഒക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, കടങ്ങൾ, മുഴുവൻ മേഖലകളിലുമുള്ള നഷ്ടം, ഇതും അള്ളാഹുവിൻ്റെ കഠിനമായ പരീക്ഷണമാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മുടെ നിലപാട് വിശ്വാസപരമായും ഈമാനികമായും അമലുപരമായും ഒരേ നിലപാടായിരിക്കണം. അള്ളാഹുവിൽ നിന്നും തന്നതാണെന്ന് മനസ്സിലാക്കി, അള്ളാഹു എനിക്ക് നൽകിയതാണ് ഈ രോഗം, ഈ പ്രയാസം എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫ നൽകി ഉടനെ തന്നെ ആശുപത്രികളിൽ നിന്നും തിരിച്ചു വന്ന് നമ്മോടൊപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല മുസ്ലിങ്ങളായി നല്ല മുഅ്മിനത്തുകളുമായി ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു
ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം പറഞ്ഞു, ഒരു വർഷം നമ്മിൽ നിന്നും വിട പറഞ്ഞു. അതായത് ഒരു വർഷത്തെ പരീക്ഷണം അള്ളാഹുവിലേക്ക് എത്തി. നാം അത് നന്മയിലായിരുന്നോ തിന്മയിലായിരുന്നോ എന്ന് റെക്കോർഡ് പരമായി അവൻ രേഖപ്പെടുത്തി. നാളെ അള്ളാഹു നമ്മോട് നമ്മുടെ ഓരോ വർഷത്തെയും കണക്കുകൾ പറയാൻ വേണ്ടി ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ നിഷേധിക്കാൻ നിവൃത്തി ഇല്ലാത്ത നിലയിൽ അവൻ റെക്കോർഡാക്കി വെച്ചു. മനുഷ്യൻ എന്ത് ചെയ്യുന്നോ സംസാരിക്കുന്നോ അത് മുഴുവനും റഖീബും അതീദും എന്നീ രണ്ട് മാലാക്കമാർ റെക്കോർഡ് ചെയ്യാത്തതായി ഒന്നും ഉണ്ടാവുകയില്ല. അതെല്ലാം അവൻ രേഖപ്പെടുത്തി. അടുത്തൊരു വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വർഷം എന്നുള്ളത് 12 മാസങ്ങളാണ്. അതിൽ 4 മാസം പവിത്രതയുള്ളതാണ്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ള പറയുന്നു, ഇഫ്തതഹല്ലാഹു സനാ ബിശ്ശഹരിൻ ഹറാം വഖതമഹ ബിശ്ശഹരിൻ ഹറാം. അള്ളാഹു നമുക്ക് വർഷത്തെ തുടങ്ങുന്നതും വർഷത്തെ അവസാനിപ്പിക്കുന്നതും ഏറ്റവും ഉന്നതമായ പവിത്രതയുള്ള മാസങ്ങളെ കൊണ്ടാണ്. മുഹറവും പവിത്രതയാണ്, അതുകൊണ്ടാണ് വർഷം ആരംഭിക്കുന്നത്. ഇപ്പോൾ നാം നിലനിൽക്കുന്ന ദുൽഹിജ്ജയും പവിത്രതയുള്ളതാണ്, അതിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിലാണ് നാം അള്ളാഹു വർഷത്തെ അവസാനിപ്പിക്കുന്നത്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ് പവിത്രതയുള്ളത്. 3 മാസം തുടരെ വരുന്നത് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും. 1 റജബ് മാസം. ഈ 4 മാസം പവിത്രതയുള്ളതാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മിൽ അന്ധവിശ്വാസവും നമ്മിൽ ശിർക്കും നമ്മുടെ വിശ്വാസത്തിലേക്ക് ഉറുമ്പുകൾ എഴഞ്ഞു വരുന്നത് പോലെ നാം അറിയാതെ കടന്നു കൂടിയത് കൊണ്ട് മുഹറം മാസത്തിന് നാം അനാദരവ് കൽപ്പിക്കുന്നു. ആ മാസത്തിലെ ദിവസങ്ങളിൽ ഒരു നല്ലതും പാടില്ലെന്ന് എവിടെ നിന്നോ ആരോ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളിൽ നാം വിശ്വസിക്കുന്നു. ദഅവത്ത് കൂടി കൂടി വന്നതിൻ്റെ ഫലമായി ഇപ്പോൾ കുറേയൊക്കെ അതിനൊരു മാറ്റമുണ്ടെങ്കിലും ഒരു വലിയ സമൂഹം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മിൽ ഇപ്പോഴും ഇതേ വിശ്വാസം വച്ചു പുലർത്തുന്നവരാണ്. ഇപ്പോൾ മുഹറത്തിൻ്റെ 10 കഴിയാതെ ഒന്നും പാടില്ല. സഫർ മാസം ഒരിക്കലും പാടില്ല. റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗമുണ്ടായത് അന്നാണ്. മുഹറത്തിലാണ് കർബലയിൽ പ്രശ്നമുണ്ടായത്, അതുകൊണ്ടൊരു നന്മയും പാടില്ല എന്ന അന്ധവിശ്വാസവും കുഫറും ശിർക്കും ബിദ്അത്തും ഒക്കെ കലർത്തിക്കൂട്ടി ഈ സമുദായത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ ഗൂഢപദ്ധതി ശീഴികളിലൂടെ കടന്നു വന്ന് നമ്മുടെ നാട്ടിലും ദീൻ പ്രചരിപ്പിച്ചപ്പോൾ അവരിൽ നിന്നും ഒക്കെ കടന്നു വന്ന അന്ധതകളാണ് വിശ്വാസപരമായി ഇതെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരവുള്ള പവിത്രതയുള്ള മാസമാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് പിടിക്കാൻ ഏറ്റവും നല്ലത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. റമളാൻ ഉത്തമ മാസമാണ്, ദുൽഖഅദ ഉത്തമ മാസമാണ്, ദുൽഹിജ്ജും അങ്ങനെ തന്നെയാണ്, റജബും അങ്ങനെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ റമളാനിനെ അള്ളാഹു നിശ്ചയിച്ച് അതിനുശേഷം റസൂൽ പറയുന്നു, ഐച്ഛികമായ നോമ്പ് പിടിക്കാൻ ഒരാൾക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. ഈ മാസത്തിനെയാണ് കൊണങ്കട്ട മാസമെന്നും നെഹ്സുകൾ ഉള്ള മാസമെന്നും ഒരു നന്മയും 1 മുതൽ 10 വരെ പാടില്ലെന്നും ഈ സമുദായം തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതും ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമുക്കും അവർക്കും ശക്തമായ യഥാർത്ഥ വിശ്വാസവും തഖ്വയും അള്ളാഹു തുറന്നു നൽകട്ടെ. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ, ഫർള്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി, ഇങ്ങനെയുള്ള ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്തമമായത് നിസ്കരിക്കാൻ രാത്രിയുടെ ഉള്ളിലുള്ള നിസ്കാരമാണ്. അഥവാ എല്ലാവരും കിടന്നുറങ്ങി രാവിൻ്റെ അന്ത്യസമയമാകുമ്പോൾ എഴുന്നേറ്റ് 3-നോ 3:30-ക്കോ അല്ലെങ്കിൽ ഒരു 4-നോ അറ്റം വരെ പോയാൽ എഴുന്നേറ്റ്, അതായത് സുബഹിക്ക് മുമ്പേ തന്നെ എഴുന്നേറ്റ് വൃത്തിയായി ശുദ്ധിയായി ലോകം മുഴുവനും ഇരുട്ടിലായിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ പായ വിരിച്ച് അല്ലെങ്കിൽ മുസല്ല വിരിച്ച് അല്ലെങ്കിൽ ശുദ്ധിയുള്ളത് വിരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ആ നിസ്കാരം, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും എന്നാൽ അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും രാവിൻ്റെ അന്ത്യത്തിൽ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, നബിയെ നിങ്ങൾ നിർബന്ധമായും തഹജ്ജുദ് നിസ്കരിച്ചേ പറ്റൂ എന്ന് അള്ളാഹു പഠിപ്പിച്ച, നമുക്കൊക്കെ സുന്നത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രാത്രിയുടെ അവസാനത്തിലുള്ള നിസ്കാരമാണ് ഫർള് കഴിഞ്ഞാൽ ഉത്തമം. നോമ്പ് പിടിക്കാൻ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്തമം ഈ വരാൻ പോകുന്ന മുഹറം മാസമാണ്. അതിൻ്റെ പ്രത്യേകം എടുത്തു പറഞ്ഞ താസുവ, ആശൂറ കൂടാതെയുള്ള ദിവസങ്ങളും നോമ്പ് പിടിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഏറ്റവും ഉത്തമമായ മാസങ്ങളിൽ ദിവസങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളെല്ലാം നാം എടുത്തു മാറ്റിക്കളയുക, നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുക. ലാ തസുബുദ്ദഹർ, ഒരിക്കലും ഒരു ദിവസത്തെയും ഒരു മാസത്തെയും ഒരു കാലത്തെയും ഒരു സമയത്തെയും നിങ്ങൾ മോശമാണ്, കൊള്ളരുതാത്തതാണെന്ന് പറയരുത്. കാരണം ഇന്നല്ലാഹ ഹുവദ്ദഹർ, അള്ളാഹുവാണ് കാലങ്ങളെ കറക്കിക്കൊണ്ടുവരുന്നത്. മുഹറം മാസത്തിലെ അല്ലെങ്കിൽ സഫർ മാസത്തിലെ അല്ലെങ്കിൽ റബീഉൽ അവ്വലിലെ അല്ലെങ്കിൽ റമളാനിലെ ഇന്ന ദിവസം കൊള്ളൂല, ഇന്നതൊക്കെയാണ് നല്ലത് എന്നൊന്നും നിങ്ങൾ പറയരുത്. എല്ലാ ദിവസങ്ങളും സമയങ്ങളും നന്മയുള്ളതാണ്. അതിനെ തിന്മയാക്കി മാറ്റുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ഒന്നും മാത്രമാണ്. അതുകൊണ്ട് മോശമായ ഒരു ദിവസം, നെഹ്സുള്ള ഒരു ദിവസം, ഇന്നത് ചെയ്യാൻ പറ്റുന്നത് പറ്റാത്ത എന്നൊന്നും ഇല്ല. എല്ലാ ദിവസങ്ങളും എല്ലാ സമയങ്ങളും നന്മയായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങൾ നന്നാക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നാം എത്രത്തോളം നന്ദിയുള്ളവരാകും, എത്രത്തോളം നന്ദിയില്ലാത്തവരാകും. ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് പറയുന്നത് എത്രത്തോളം കപടതയോടെയാണ്, എത്രത്തോളം സത്യസന്ധമാണെന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ് നമുക്കിവൻ വർഷങ്ങളും ദിവസങ്ങളും ആയുസ്സും സമ്പത്തും രോഗങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്, നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അത് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഇർഷാദ് ഖാൻ, നിങ്ങളെല്ലാവരും അറിയാം, 2-3 ദിവസം മുമ്പ് ചെറിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി
ഇപ്പോൾ നിലവിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ചെറിയ സ്ട്രോക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സഹോദരി നല്ല നിലയിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം വന്ന് അവരും കാരിത്താസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇർഷാദ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ അവളെ ബെഞ്ചിൽ ഉണ്ടായിരുന്നു. ഇർഷാദ് രോഗങ്ങളും നമ്മുടെ ആ ഡെലിവറി കഴിഞ്ഞ സഹോദരിയുടെ പ്രയാസങ്ങളും എല്ലാം മാറ്റി പൂർണ്ണ ആരോഗ്യം കൊടുത്ത് നമ്മോടൊപ്പം വീണ്ടും വന്ന് നമ്മുടെ പള്ളിയിലൊക്കെ വരാനും നമ്മളുമായി ദീനി കാര്യങ്ങളൊക്കെ സംസാരിക്കാനും സഹവസിക്കാനും പള്ളിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടാനും ഇർഷാദുക്കാക്കും അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആ സഹോദരിയുടെ രോഗം എന്താണെങ്കിലും അതെല്ലാം അള്ളാഹു ശിഫ നൽകി അവരുടെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാരുണ്യവാനായ റബ്ബ് മാറ്റി അവർക്കും കൊച്ചുകുട്ടിക്കും വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് മാന്യമായ ഒരു സഹോദരിയായി മുഅ്മിനത്തും മുസ്ലിമത്തുമായി ജീവിക്കാൻ അള്ളാഹു അവരെയും നമ്മുടെ സഹോദരിമാരെയും നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് മാപ്പ് നൽകി അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എത്തിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ഹലാലായ സാമ്പത്തികവുമായി ഹലാലായ സംവിധാനങ്ങളുമായി ദീനിയായ പൂർണ്ണമായ രംഗത്തോടുകൂടി ജീവിക്കാൻ ഉള്ള ആയുസ്സും ദീർഘായുസ്സും ഇസ്തിഖാമത്തും എല്ലാത്തിലുമുള്ള ബറക്കത്തും